ഹലോ, ഇന്ന് നമുക്ക് കൈപ്പത്തിയൽ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിൽ ആവശ്യത്തിന് ഓയിൽ എടുക്കുക. എന്നിട്ട് അതിൽ നമ്മൾ കനം കുറച്ച് അരിഞ്ഞ കയ്പ ഇടുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് സോട്ടാക്കി എടുക്കണേ. നമുക്കത് മൊരിഞ്ഞ രീതിയിൽ കിട്ടണം. നല്ല അത്രയും കനം കുറഞ്ഞിട്ട് വേണം അരി. അങ്ങനെ നമുക്ക് മൊരിഞ്ഞതിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് പാനിൽ നിന്ന് എടുത്ത് മാറ്റണം. എന്നിട്ട് അതേ ഓയിലിൽ നമ്മൾ കടുക് ഇടുക. ഓയിൽ കൂടുതലാണെങ്കിൽ കുറച്ചെടുത്ത് മാറ്റിക്കോളൂ കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. നമുക്ക് കയ്പ എത്ര ഉണ്ട് അതിൻ്റെ അളവിന് വേണം കേട്ടോ ഉള്ളി എടുക്കാൻ. അങ്ങനെ ഉള്ളി നല്ല രീതിയിൽ സോട്ടാക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഒന്ന് വഴന്നു വന്നതിന് ശേഷം അതിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് എത്ര സ്പൂണാണ് നിങ്ങൾക്ക് മുളക് പൊടി വേണ്ട അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതൊക്കെ വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്യാം. തക്കാളിയും നല്ല രീതിയിലൊന്ന് നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കണം, എന്നാലേ അതിൻ്റെ ആ കളറൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച കയ്പയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കയ്പ തിന്നാത്ത ആൾക്കാർ കൂടി തിന്നും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. പിന്നെ അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ മസാലയും കൂടി ഈവൻലി എല്ലാ ഭാഗത്തും കൂടി ഒന്ന് സ്പ്രെഡ് ആവുന്ന പോലെ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. നമ്മൾ പുളിവെള്ളം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കയ്പ് അത്ര അറിയാൻ പറ്റില്ല. അതിനനുസരിച്ച് വേണം കേട്ടോ പുളിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാൻ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അതൊന്ന് തിളച്ച് നല്ല വറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നോക്കണം കേട്ടോ ഉപ്പും മുളക് പൊടിയൊക്കെ എത്ര നിങ്ങൾക്ക് ആവശ്യം അത് അനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണേ. അങ്ങനെ നമ്മളെ കയ്പ തീയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.